सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांतिः। ओम सदाशिवसमारम्भां शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्य केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः। ॐ नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशर्षिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्रीगुरुभ्यो नमः। हरिः ॐ. എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം നമോ നാരായണ. എല്ലാവരും നല്ല പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിക്കുക. നമ്മൾ പുതിയ ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമ കാണ്ഡം മധുകാണ്ഡം. അതിൽ പ്രഥമ അധ്യായം ഉപാസനാ പ്രകരണം നമ്മൾ കണ്ടു. 6 ബ്രാഹ്മണങ്ങളായി യാജ്ഞവൽക്യ മഹർഷി ഉപാസന അനുഷ്ഠിക്കുവാനായി പറഞ്ഞു. അതെന്തിനു വേണ്ടിയെന്നും ചർച്ച ചെയ്തു. ചിത്തശുദ്ധി, അധികാരപ്രാപ്തി ഇത്യാദി ഗുണങ്ങൾ ഒരു സാധകന് നേടിയെടുക്കുവാനും നേടിയതിനെ സംരക്ഷിക്കുവാനും വേണ്ടിയും ഉപാസന നിഷ്ഠയോടെ തുടരവേണമെന്ന് പ്രഥമ അധ്യായം ഉപാസനാ പ്രകരണത്തിൽ നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ദ്വിതീയ അധ്യായത്തിലേക്ക് പ്രവേശിച്ചു. ബ്രഹ്മവിദ്യാ പ്രകരണം. അതിൽ 6 ബ്രാഹ്മണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അതിൽ പ്രഥമ ബ്രാഹ്മണം സാമാന്യമായി നമ്മൾ കണ്ടു. അജാതശത്രു ബ്രാഹ്മണം, ശിശു ബ്രാഹ്മണം, മൂർത്താമൂർത്ത ബ്രാഹ്മണം, മൈത്രേയി ബ്രാഹ്മണം, മധുബ്രാഹ്മണം, വംശബ്രാഹ്മണം എന്നു പേരായി 6 ബ്രാഹ്മണങ്ങളായി തരംതിരിച്ചുകൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി ദ്വിതീയ അധ്യായത്തിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അല്ലെ, അതിൻ്റെ ഘടന അങ്ങനെയാണ്. അതിൽ പ്രഥമ ബ്രാഹ്മണം നമ്മൾ കണ്ടു, അജാതശത്രു ബ്രാഹ്മണം. നമ്മൾ മധുകാണ്ഡത്തിൽ 2 അധ്യായമുണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പേര് ഉപാസനാ പ്രകരണം, രണ്ടാമത്തെ അധ്യായത്തിൻ്റെ പേര് ബ്രഹ്മവിദ്യാ പ്രകരണം. അപ്പോൾ ഈ പ്രകരണം എന്ന വാക്കിൻ്റെ അർത്ഥവും കൂടെ നമുക്ക് കുറച്ചുകൂടെ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകാം.
പലയിടത്തും കണ്ടിട്ടുണ്ടാവും പ്രകരണം. നമ്മൾ പഠിച്ചിട്ടുമുണ്ട്, ഒരുപാട് സ്ഥലത്ത് പ്രകരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവേക ചൂടാമണി എടുത്തോളൂ അല്ലേ, ഗുരു ശിഷ്യ സംവാദം എന്ന പ്രകരണം ഉണ്ടായിരുന്നു അല്ലേ, ഗുരു ഉപസത്തി എന്ന പ്രകരണം ഉണ്ടായിരുന്നു, ജീവബ്രഹ്മ ഐക്യ സാധന പ്രകരണം ഉണ്ടായിരുന്നു, ജീവൻ മുക്തൻ്റെ ലക്ഷണം എന്ന പ്രകരണം ഉണ്ടായിരുന്നു, സൃഷ്ടി പ്രകരണം ഉണ്ടായിരുന്നു, ബ്രഹ്മവിദ്യാ പ്രകരണം ഉണ്ടായിരുന്നു, അനേകം പ്രകരണങ്ങൾ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഭഗവത്ഗീത എടുത്തോളൂ. ഭഗവത്ഗീത എന്ന 18 അധ്യായത്തിൽ 18 പ്രകരണമാണുള്ളത് അല്ലേ. അർജുന വിഷാദയോഗം എന്നത് എന്താണ്? ആഖ്യായികയാണ് അല്ലേ. ആഖ്യായിക പ്രകരണമാണ് അർജുന വിഷാദയോഗം അല്ലേ. ദ്വിതീയ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ ബ്രഹ്മവിദ്യാ പ്രകരണമാണ്. തൃതീയ അധ്യായത്തിലേക്ക് എത്തുമ്പോൾ കർമ്മയോഗ പ്രകരണമാണ്. ചതുർത്ഥ അധ്യായത്തിലെത്തുമ്പോൾ കർമ്മസന്യാസയോഗ പ്രകരണമാണ്. അങ്ങനെ പോകും. വിശ്വരൂപ പ്രകരണമുണ്ട് അല്ലേ, വിഭൂതിയോഗ പ്രകരണമുണ്ട്, ഭക്തിയോഗ പ്രകരണമുണ്ട്, ക്ഷേത്രജ്ഞ വിഭാഗയോഗ പ്രകരണമുണ്ട് അല്ലേ. അങ്ങനെ 18 അധ്യായത്തിൽ സന്യാസയോഗ പ്രകരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് അതായതുകൊണ്ട് അത് ഉദാഹരണമായി പറയുന്നേ ഉള്ളൂ. അങ്ങനെ പ്രകരണങ്ങളോട് കൂടിയതാണ് ഈ 700 ശ്ലോകങ്ങൾ അടങ്ങിയത് ഗീത അല്ലേ. അപ്പോൾ നമ്മൾ പ്രകരണം എന്ന് പഠിക്കുന്നു. ഇവിടെ നമ്മൾ ദ്വിതീയ അധ്യായത്തിൽ ബ്രഹ്മവിദ്യാ പ്രകരണമാണ്. പ്രകരണം എന്ന വാക്കിൻ്റെ സാമാന്യ അർത്ഥം എല്ലാവർക്കും അറിയാം. എന്താണ്? ടോപ്പിക്ക്, ഒരു വിഷയം. ബ്രഹ്മവിദ്യാ പ്രകരണം എന്ന് വെച്ചാൽ എന്താ? ബ്രഹ്മവിദ്യ എന്ന വിഷയമാണ് ഈ 6 ബ്രാഹ്മണങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നത്. ഒന്നുകൂടെ പറയാം, ബ്രഹ്മവിദ്യ എന്ന വിഷയമാണ് ഈ 6 ബ്രാഹ്മണങ്ങളിലായിക്കൊണ്ട് വിശദമായി പ്രതിപാദിക്കുന്നത്. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിലോ ഉപാസനാ പ്രകരണം. അപ്പം എങ്ങനെയായിരിക്കും അത്? ഉപാസന എന്ന വിഷയമാണ് 6 ബ്രാഹ്മണങ്ങളിലായി 1-ാമത്തെ അധ്യായത്തിൽ വിശദമായി പ്രതിപാദിച്ചത് അല്ലേ. അതുകൊണ്ട് അതിനെ എന്ത് വിളിച്ചു? ഉപാസന പ്രകരണം എന്ന് വിളിച്ചു. അപ്പോൾ പ്രകരണം എന്ന വാക്കിന് പരാശര ഭൃഗു പുരാണം എന്നൊരു പുരാണം ഉണ്ടായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പം അത് ഓൺലൈനിൽ പോലും കിട്ടാനില്ല. പരാശര മഹർഷിയിൽ ആ സംഭാവന ചെയ്തതെന്നാണ് പറയുന്നത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വിസ്താരമായ ഒരു വ്യാഖ്യാനമുണ്ട്. ശാസ്ത്രൈക ദേശം, ഇത് കാണാണ്ട് പഠിക്കാൻ സാധിച്ചാൽ പഠിക്കുക ഈ ശ്ലോകം. ശാസ്ത്രൈക ദേശ സംബന്ധം ശാസ്ത്രകാര്യാന്തരേ സ്ഥിരം ആഹുഹു പ്രകരണം നാമ ഗ്രന്ഥഭേദ വിപച്ചിത. സംബന്ധം എന്നുള്ള വാക്ക് അക്ഷരം തിരുത്തണം കേട്ടോ. ശാസ്ത്രൈക ദേശ സംബന്ധം ശാസ്ത്ര കാര്യാന്തരേ സ്ഥിരം ആഹുഹു പ്രകരണം നാമ ഗ്രന്ഥഭേദ വിഭജ്യ. നമ്മൾ ഉപനിഷത്തിൻ്റെയൊക്കെ ഡെഫിനിഷൻ പഠിച്ചില്ലേ ശ്ലോകത്തിൽ? ഉപനീയം ഇമമാത്മാനം ഇത്യാദി. അതുപോലെ തന്നെ സാധിക്കുന്നവർ പഠിക്കുക. ഇല്ല അതിൻ്റെ അർത്ഥമെങ്കിൽ അർത്ഥം എഴുതിയിട്ടുണ്ട്. അതാ എവിടെയാണ്? പരാശര ഭൃഗു പുരാണത്തിൽ നിന്നാണ്. ഇനി നമുക്ക് പഠിക്കണം. പ്രകരണ ഗ്രന്ഥങ്ങൾ അഡ്വാൻസ്ഡൊക്കെ പഠിക്കുമ്പോൾ ഇത് അറിയണം അല്ലേ. എന്താണ് പ്രകരണം എന്ന വാക്കിൻ്റെ അർത്ഥം? ഇപ്പം ശാസ്ത്ര ഏകദേശ സംബന്ധം. ശാസ്ത്രം എന്താണ്? അതിൻ്റെ അർത്ഥം എഴുതിയത് ശാസ്ത്രം അതിൻ്റെ പ്രധാന ഭാഗത്തെക്കുറിച്ച് മുഖ്യമായി ചർച്ച ചെയ്യുക. ഇവിടെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഏത് ശാസ്ത്രവും ആകാം കേട്ടോ. അദ്വൈത ശാസ്ത്രമാകാം, ന്യായശാസ്ത്രമാകാം, തർക്കശാസ്ത്രമാകാം, ഉപാസനാശാസ്ത്രമാകാം അല്ലേ, അല്ലെങ്കിൽ ജ്യോതിഷശാസ്ത്രമാകാം. ഇതൊക്കെ ശാസ്ത്രമാണ്. ശാസ്ത്ര ഏകദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കരുത് അയ്യോ ഉപനിഷത്ത് മാത്രമാണ്. അങ്ങനെയല്ല. എല്ലാ ശാസ്ത്രങ്ങളും, അതായത് സനാതന ധർമ്മവുമായി ബന്ധപ്പെട്ടത്. അല്ലാണ്ട് ഗണിതശാസ്ത്രം, ജീവശാസ്ത്രം ആ ശാസ്ത്രമല്ല, ഭൗതികശാസ്ത്രമല്ല ഇവിടെ പറയുന്നത്. ന്യായം, തർക്കം, മീമാംസ, ജ്യോതിഷം, ശിക്ഷ, കൽപ്പം, വ്യാകരണം ഇത്യാദി അനേകം ശാസ്ത്രങ്ങൾ. അവിടെയൊക്കെ ഉണ്ട് പ്രകരണം. ഇപ്പം പതഞ്ജലി മഹർഷിയുടെ യോഗശാസ്ത്രം അതൊരു ശാസ്ത്രമാണ് അല്ലേ. അതിൽ അനേകം പ്രകരണങ്ങൾ പതഞ്ജലി മഹർഷി പറയുന്നുണ്ട് യോഗസൂത്രത്തിൽ. അപ്പം അതൊക്കെ ഓരോ പ്രകരണങ്ങളാണ്.
അപ്പോൾ എന്താണ് ശാസ്ത്ര ഏകദേശ സംബന്ധം. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഏത് ശാസ്ത്രത്തെക്കുറിച്ചാണോ ഞാൻ പഠിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അതിൻ്റെ ഏകദേശ സംബന്ധം എന്ന് വെച്ചാൽ, ഏകദേശം എന്ന് വെച്ചാൽ മെയിൻ പോയിൻ്റ് എന്നർത്ഥം, പ്രധാന ഭാഗം. ഇപ്പം ഇവിടെ നമ്മൾ ബ്രഹ്മവിദ്യാ പ്രകരണം പഠിക്കുന്നു. അപ്പോൾ ഇവിടെ മെയിൻ പോയിൻ്റ് എന്തായിരിക്കും? ബ്രഹ്മവിദ്യയാണ്. ഉപാസനാ പ്രകരണം പഠിക്കുന്നു, അവിടെ മെയിൻ ടോപ്പിക് എന്താ? ഉപാസനയാണ്. യോഗശാസ്ത്ര പ്രകരണം പഠിക്കുന്നു, അവിടെ എന്താണ് മെയിൻ ടോപ്പിക്ക്? യോഗശാസ്ത്രമാണ്, അല്ലെ യോഗവിദ്യയാണ്. തർക്കം ഞാൻ പഠിക്കുന്നു, അല്ലേ? തർക്കമൊക്കെ പഠിക്കണം നമുക്ക്, തർക്കശാസ്ത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ് മെയിൻ ടോപ്പിക്ക്? തർക്കമാണ്. എങ്ങനെ ഒരു കാര്യത്തെ ലോജിക്കിലൂടെ എനിക്ക് സാധൂകരിക്കാൻ സാധിക്കും എന്ന് പഠിക്കുന്നത്. അങ്ങനെ അനേകമുണ്ട് അങ്ങനെയുള്ളത്. ഇപ്പം നമ്മൾ അതിലേക്ക് പോകണ്ട, ഇപ്പം ഇത്രയും മാത്രം നമ്മൾ പഠിക്കുന്ന അദ്വൈതം മാത്രം ഓർക്കുക. അപ്പം ഇവിടെ ഉപാസന എന്ന ഒരു പ്രകരണം കണ്ടു, ബ്രഹ്മവിദ്യ എന്ന മറ്റൊരു പ്രകരണം. അപ്പോൾ ഇവിടെ അത് രണ്ടും മാത്രം ഓർത്താൽ മതി, മറ്റേതൊക്കെ മനസ്സിൽ നിന്ന് വിട്ടേര്. ഒരു ജനറൽ ഐഡിയയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ എന്താണ് പ്രകരണം? ഏത് വിഷയത്തെക്കുറിച്ചാണോ സംസാരിക്കുന്നത് അതിലെ മെയിൻ ടോപ്പിക്. ഇവിടെ ബ്രഹ്മവിദ്യയാണ് മെയിൻ ടോപ്പിക്, അതുകൊണ്ട് അതിന് ബ്രഹ്മവിദ്യാ പ്രകരണം എന്ന നമ്മൾ നാമം കൊടുത്തു. ഉപാസനയാണ് പഠിക്കുന്നെങ്കിൽ ഉപാസനയാണ് മെയിൻ ടോപ്പിക്ക്. കർമ്മയോഗമാണ് പഠിപ്പിക്കുന്നതെങ്കിൽ അതാണ് മെയിൻ ടോപ്പിക്ക്. അതിനെക്കുറിച്ച് മുഖ്യമായി ചർച്ച ചെയ്യുക. അപ്പോൾ എന്താണോ ടോപ്പിക്ക് അതിനെക്കുറിച്ച് മുഖ്യമായി ചർച്ച ചെയ്യുക എന്ന് വെച്ചാൽ മെയിൻ ടോപ്പിക് അതായിരിക്കണം. എന്നിട്ട് എന്താണ്? ശാസ്ത്ര കാര്യാന്തരേ സ്ഥിരം. അതിൻ്റെ അർത്ഥം എന്താ? ശാസ്ത്ര പ്രതിപാദന വിഷയത്തെക്കുറിച്ച് നല്ലവണ്ണം ചർച്ച ചെയ്തതിന് ശേഷം അതിനോട് അനുബന്ധിയായ മറ്റു വിഷയങ്ങൾ, അല്ലേ? ഇപ്പം ഇവിടെ നമ്മൾ ബ്രഹ്മവിദ്യാ പ്രകരണം തന്നെ എടുക്കുക, അജാതശത്രു ബ്രാഹ്മണം തന്നെ എടുക്കുക. അതിൽ ബ്രഹ്മവിദ്യ പറഞ്ഞു 15ാമത്തെ മന്ത്രത്തിൽ. അതിനോടനുബന്ധിയായി എന്തൊക്കെ പറഞ്ഞു? 15 വരെ മന്ത്രം എത്തുന്നത് വരെ മറ്റെന്തെല്ലാം ചർച്ചകളായിരുന്നു അവിടെ. ഞാൻ സൂര്യനെയാണ്, ചന്ദ്രനെയാണ്, എന്തൊക്കെ ചർച്ചകൾ നടന്നു. എന്നിട്ടാണ് ശിഷ്യനെ ഉപസത്തി നടത്തിയതിന് ശേഷമാണ് ശിഷ്യനെ ബ്രഹ്മവിദ്യാ ഉപദേശത്തിലേക്ക് എത്തിയത്, അല്ലേ? അതാണ് അതിനോടനുബന്ധിയായ മറ്റു വിഷയങ്ങൾ. അതിന് ഞാൻ എഴുതിയിട്ടുണ്ട് ഉദാഹരണാദികൾ, ആഖ്യായികാദികൾ. എക്സാമ്പിൾസ് പറയുക, അതിലൊരു കഥയും കഥാപാത്രത്തോട് സൃഷ്ടിക്കുക, ആ കഥാപാത്രം സംസാരിക്കുന്നത് പോലെ എന്താ പറയുക ഉപദേശം നൽകുക. അപ്പോൾ എന്താണ്? നമ്മൾ മറക്കൂല. അപ്പോൾ ഈ സ്ട്രക്ചറിലായിരിക്കണം ഒരു പ്രകരണം. ഇപ്പോൾ ഉപാസനാ പ്രകരണം എടുത്തോളൂ, അവിടെ അനേകം ഉപാസനകൾ പറഞ്ഞു. അപ്പം അതിലൊക്കെ നമ്മളോട് വേണേൽ പറഞ്ഞാൽ മതി, വെഷ്ടി സമഷ്ടി ഉപാസന ചെയ്യൂ എന്ന് പറഞ്ഞു പോകാം. പക്ഷെ അങ്ങനെയല്ല, ശ്രദ്ധിക്കണേ. യാജ്ഞവൽക്യ മഹർഷി ചെയ്തത് എങ്ങനെയാണ് ചെയ്തത്? അദ്ദേഹം ഒരു അശ്വത്തിനെ കൊണ്ടുവന്നു, അല്ലെ, അഗ്നിയെ കൊണ്ടുവന്നു, പ്രാണനെ കൊണ്ടുവന്നു, 7 അന്നങ്ങളെ, സപ്താന്ന ബ്രാഹ്മണ 7 അന്നങ്ങളെ കൊണ്ടുവന്നു. അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ പറഞ്ഞു. എന്തിനു വേണ്ടി? നമ്മുടെ മനസ്സിൽ ആ ഉപാസന ഉറയ്ക്കാൻ വേണ്ടി. അതിനാണ് അനുബന്ധിയായ ഘടകങ്ങൾ. അതിനോട് നീതി പുലർത്തുന്ന, അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ സാധിക്കുന്ന ഉദാഹരണങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ എന്താണ്? നമ്മൾ എപ്പോഴെങ്കിലും അശ്വത്തെ കാണുമ്പോൾ അറ്റ്ലീസ്റ്റ് അതിനെയെങ്കിലും കാണുമ്പോൾ എന്നാൽ ഞാൻ ഇത് പഠിച്ചതാണ്, അശ്വബ്രാഹ്മണം പഠിച്ചതാണ്. അപ്പോൾ അതിൽ തന്നെ വെഷ്ടി സമഷ്ടി ഉപാസനയാണ് യാജ്ഞവൽക്യ മഹർഷി പഠിപ്പിച്ചത്. അപ്പോൾ ആ ചിന്ത നമ്മൾക്ക് പെട്ടെന്ന് വരും. പണ്ടൊക്കെ ഗുരുകുലങ്ങൾ ഗംഗാജിയുടെ തീരത്തും വനത്തിലും ഒക്കെ ആയിരുന്നു, അല്ലേ? പൊതുവേ അങ്ങനെയാണ്. ഏതെങ്കിലും പുണ്യനദിയുടെ തീരത്തായിരിക്കും ഗുരുകുലങ്ങൾ. അപ്പോൾ എന്താണ്? അവിടെ ഇവരാണ് ഇതിനെയാണ് കാണുന്നത്, അല്ലേ? പശു പക്ഷി മൃഗാദികളുമായിട്ടാണ് കൂടുതൽ സംസർഗം. അപ്പോൾ എന്താണ്? അവർക്ക് കണ്ട് മനസ്സിലാക്കുവാൻ വേണ്ടി, കണ്ട് സാധന അനുഷ്ഠിക്കുവാൻ വേണ്ടി ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പോഴെന്താണ്? ശിഷ്യൻ്റെ മനസ്സിൽ ഉപാസനയ്ക്കായിട്ടൊരു സമയം കണ്ടെത്തി ഉപാസന അനുഷ്ഠിക്കുവാനായിട്ട് അവൻ ഇരിക്കേണ്ട കാര്യമില്ല. എന്തിനെ കണ്ടാലും ഉപാസിക്കുവാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ഉദാഹരണം പറയും, ശിഷ്യന് മനസ്സിലാകുന്ന കഥകൾ പറയും, കഥാപാത്രങ്ങളെയൊക്കെ കൊണ്ടുവരും. അപ്പോൾ അതാണ്
എന്താണ് ശാസ്ത്ര കാര്യാന്തരേ സ്ഥിതം എന്ന് വെച്ചാൽ എന്താ, ഉദാഹരണങ്ങൾ, മറ്റു വിഷയങ്ങൾ ചർച്ച ചെയ്ത് ശിഷ്യനെ മനസ്സിലാക്കി കൊടുക്കും ഗുരുനാഥൻ. അതിനു വേണ്ടി അത് ഒരു പ്രകരണത്തിൽ ഉണ്ടായിരിക്കണമെങ്കിലേ അതിനെ പ്രകരണം എന്ന് വിളിക്കാവുള്ളൂ അല്ലേ. ആഹുഹു പ്രകരണം നാമ ഗ്രന്ഥഭേദ വിഭജിത. മുൻ പറഞ്ഞ ഈ 2 ലക്ഷണങ്ങളും, ഏത്, ശാസ്ത്ര ഏകദേശ സംബന്ധ, ശാസ്ത്ര കാര്യാന്തര സ്ഥിതം എന്ന 2 ലക്ഷണങ്ങളോടുകൂടി എന്താണ് ശാസ്ത്രത്തെ, ഏത് ശാസ്ത്രത്തെയും പ്രതിപാദനം ചെയ്യുന്ന രീതിയാണ് പ്രകരണം എന്ന് പറയുന്നത്. ഇപ്പം ഭാഗവതം തന്നെ എടുത്തോളൂ, എത്ര സ്കന്ധമുണ്ട്, അത്രയും സ്കന്ധം ഓരോ പ്രകരണങ്ങളാണ്. അതിൽ എത്ര കഥകൾ വരുന്നു, എത്ര ഉപകഥകൾ വരുന്നു. മഹാഭാരതം എടുത്തോളൂ, രാമായണം എടുത്തോളൂ, പ്രകരണങ്ങൾ എത്ര വരുന്നു. സൃഷ്ടി പ്രകരണം വരുന്നുണ്ട് അല്ലേ, വനവാസം എന്നതിൽ എത്ര പ്രകരണം വരുന്നു അല്ലേ, ഭഗവാന്റെ അടുത്ത് ഓരോരുത്തർ വരുന്നത് അല്ലേ, ഭഗവാൻ അവർക്കൊക്കെ അതിലെത്ര ഉപകഥകൾ വരുന്നു. മെയിൻ കഥാപാത്രങ്ങൾ ഭഗവാന്റെ യാത്രയാണെങ്കിൽ ഭഗവാൻ കണ്ടുമുട്ടുന്നതായ എത്ര കഥാപാത്രങ്ങൾ വരുന്നു അല്ലേ, അതൊക്കെ പ്രകരണങ്ങളാണ്. അപ്പം ഇതാണ് പ്രകരണത്തിൻ്റെ ഒരു സ്ട്രക്ചർ. ഇത്രയും ഓർത്താൽ മതി. പ്രകരണം എന്നാൽ എന്താണ്, ഏതിനെക്കുറിച്ചാണോ ചർച്ച ചെയ്യണം, അല്ലെ ഗുരുവിന് അല്ലെ ശ്രുതിക്ക് ഏതിനെക്കുറിച്ചാണോ നമ്മളോട് പറയേണ്ടത് ആ കാര്യമായിരിക്കണം സെൻട്രൽ പോയിന്റ്, ആ വിഷയമായിരിക്കണം മെയിൻ ടോപ്പിക്ക്. പിന്നെ എന്താണ്, ആ വിഷയം മനസ്സിലാക്കാനായിട്ട് ശിഷ്യന് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് ഗുരു പല പല കഥകളും ഉപകഥകളും ആഖ്യായികളും കഥാപാത്രങ്ങളും ഉദാഹരണങ്ങളും ഒക്കെ പറഞ്ഞ് ശിഷ്യനെ മെയിൻ ടോപ്പിക്കിലേക്ക് എത്തുക. അതാണ് പ്രകരണം. അപ്പോൾ ഉപാസന പ്രകരണം നമ്മൾ കണ്ടു. ഉപാസനയാണ് മെയിൻ ടോപ്പിക്ക് അവിടെ. ആ ഉപാസന മനസ്സിലാക്കുവാനായി അശ്വത്തിനെ കൊണ്ടുവന്നു അല്ലെ. അശ്വമേധ യാഗം എങ്ങനെയാണ് നടത്തേണ്ടത്, അതിൽ കുതിരകളുടെ എങ്ങനെയാണ്, കുതിര എവിടെയാണ് നിൽക്കേണ്ടത് അല്ലേ, അതിൽ അഗ്നി ഹോമകുണ്ഡം എവിടെയായിരിക്കണം, എന്തെല്ലാം പറഞ്ഞു തന്നു അല്ലേ. അങ്ങനെ ഉപാസനയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കാനായിട്ട് 6 ബ്രാഹ്മണങ്ങൾ പറഞ്ഞു. അതുപോലെ നമ്മൾ ദ്വിതീയ അധ്യായത്തിലെത്തി. ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം. അവിടെ ബ്രഹ്മവിദ്യയാണ് മെയിൻ ടോപ്പിക്ക്. ആ ബ്രഹ്മവിദ്യയെ മനസ്സിലാക്കുവാനായിക്കൊണ്ട് അജാതശത്രുവിനെ കൊണ്ടുവന്നു. ഇനി മൈത്രി വരും, പല പല കഥാപാത്രങ്ങൾ ഇനി വരും. അവരെയൊക്കെ എന്തിനാ കൊണ്ടുവരുന്നത്? യാജ്ഞവൽക്യ മഹർഷി നമ്മൾ ആ കഥാപാത്രമായി മാറണം. അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഗുണമായിക്കോട്ടെ ദോഷമായിക്കോട്ടെ എന്നിലുണ്ടോ എന്ന് ഞാൻ ആത്മപരിശോധന നടത്തണം. ഒന്നുകൂടെ പറയാം, എന്തിനാ കഥാപാത്രം കൊണ്ടിരുന്നത്? ആ കഥാപാത്രത്തിൻ്റെ ഗുണമോ ദോഷമോ ആയ സ്വഭാവ സവിശേഷതകൾ ഇപ്പോൾ പഠിക്കുന്ന ഞാനാകുന്ന ശിഷ്യന് എന്നിലുണ്ടോ? ഗാർഗ്യനെ പോലെ വിദ്യാഗർഭം എനിക്കുണ്ടോ അല്ലേ? അല്ലെങ്കിൽ ഒരു ഗുരുവിനെ സമീപിക്കേണ്ട രീതി എനിക്കുണ്ടോ? ധനഗർവം, ഗാർഗ്യന് ധനഗർവം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പശുക്കളെ കിട്ടിയപ്പോഴേ അത് വാങ്ങിച്ചു വെച്ചത്. ഞാൻ ഈ തർക്കത്തിൽ ജയിക്കുവോ തോൽക്കുവോ എന്നുള്ള ചിന്ത പോലുമില്ലാതെ എന്തിനാണ് ഈ പശുക്കളെ വാങ്ങിച്ചത് ഗാർഗ്യൻ? ധനഗർവം ഉണ്ടായിരുന്നു. അപ്പം എനിക്കതുണ്ടോ അല്ല, ഇതിനു വേണ്ടിയാണ് ഈ കഥാപാത്രങ്ങൾ. എപ്പോഴും നമ്മളിത് മറക്കൂല. അപ്പോൾ ആണ് ബ്രഹ്മവിദ്യാ പ്രകരണത്തിലൂടെ 6 ബ്രാഹ്മണങ്ങളിലായി പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ ഒന്നാമത്തെ ബ്രാഹ്മണം അവസാനിപ്പിച്ചു. എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? മറന്നു പോകരുത്. സത്യസ്യ സത്യം പ്രാണാവൈ സത്യം തേഷാം ഏവ സത്യം അല്ലേ. ഇതിൽ കൂടുതൽ സത്യം എനിക്ക് പറയാനില്ല ഗാർഗ്യ എന്ന് അജാതശത്രു പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മളോട് ഭഗവത്പാദരും പറഞ്ഞു, നമ്മളും ഈ ഗർവത്തിലേക്ക് പോകരുത്. അവിടെ നമ്മൾ പല ഉദാഹരണങ്ങളും കണ്ടു, കൊട്ടേഷൻസും കണ്ടു. ഈ രഹസ്യവിദ്യ നമ്മൾക്കും സ്വീകരിക്കുവാനുള്ള അധികാരമുണ്ടാകണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് 1-ാം അധ്യായം സാമാന്യമായി പഠിപ്പിച്ചു തന്ന യാജ്ഞവൽക്യ മഹർഷിയെ ശിരസാ നമസ്കരിക്കുക. അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിച്ചുകൊണ്ട് നമുക്ക് അടുത്തതിലേക്ക് പോകാം. അധ ദ്വിതീയോധ്യായഃ.
പുസ്തകം ഒന്നും ഇപ്പോൾ എടുക്കണ്ട, മൃഡാനന്ദസ്വാമിയുടെ പുസ്തകമൊക്കെ അടച്ചു വെച്ചോളൂ, ഞാൻ പറയാം. എഴുതാനാണ് നമുക്കുള്ളത്. എഴുതിക്കോളൂ. അധ ദ്വിതീയോധ്യായഃ ദ്വിതീയബ്രാഹ്മണഃ. അധ ദ്വിതീയോധ്യായഃ ദ്വിതീയബ്രാഹ്മണ. ഇപ്പോഴെഴുതിയാലേ എഴുതിയുള്ളൂ, എനിക്കറിയാം. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ എഴുതൂല്ലെന്ന് അറിയാം, അതുകൊണ്ട് എഴുതിക്കോളൂ. ദ്വിതീയോധ്യായഃ ദ്വിതീയബ്രാഹ്മണഃ. അതിൻ്റെ പേര് ശിശുബ്രാഹ്മണം. ഹെഡിങ് കൊടുക്കുക, ശിശുബ്രാഹ്മണം. ശിശുബ്രാഹ്മണം. ഓറന്നിട്ടിട്ട് അല്ലെങ്കിൽ ഒരു കോമ ഇട്ടിട്ട് മറ്റൊരു പേരാണ് പ്രാണബ്രാഹ്മണം. പ്രാണനില്ലേ, നമ്മൾ ഉച്ഛ്വാസ നിശ്വാസ പ്രാണൻ, അവർ. അതൊന്നും എഴുതണ്ട. ശിശുബ്രാഹ്മണം ഓർ പ്രാണബ്രാഹ്മണം. ശിശുബ്രാഹ്മണം ഓർ പ്രാണബ്രാഹ്മണം. എഴുതിക്കോളൂ. ടോട്ടൽ 4 മന്ത്രങ്ങൾ. ടോട്ടല് ആകെ 4 മന്ത്രം. ആകെ 4 മന്ത്രങ്ങൾ. എന്നിട്ട് എഴുതുക. അടുത്ത പോയിന്റ്, നമ്മൾ ദ്വിതീയ ബ്രാഹ്മണത്തിൻ്റെ കണ്ടൻ്റാണ് എഴുതുന്നത് ഇപ്പോഴും, അല്ലെ ഉള്ളടക്കമാണ് എഴുതുന്നത്. അപ്പോൾ 1 ദ്വിതീയ ബ്രാഹ്മണം, ശിശുബ്രാഹ്മണം, പ്രാണബ്രാഹ്മണം, ആകെ 4 മന്ത്രങ്ങൾ. അടുത്ത പോയിന്റ് എഴുതുക. 2.1.20 എന്താന്ന് പറയാം, ജസ്റ്റ് നമ്പർ എഴുതുക. ബൃഹദാരണ്യ ഉപനിഷത്ത് 2.BR എന്നിട്ടാൽ മതി. ബൃഹദാരണ്യ ഉപനിഷത്ത് 2.1.20 2.1.20. അതായത് എന്താണ്? 2-ാം അധ്യായം 1-ാം ബ്രാഹ്മണം 20-ാം മന്ത്രം. അതാണ് 2.1.20 എന്ന് വെച്ചാൽ. 2-ാം അധ്യായം ഏതാണ്? ബ്രഹ്മവിദ്യാപ്രകരണം. 1-ാം ബ്രാഹ്മണം ഏതാണ്? അജാതശത്രു ബ്രാഹ്മണം. 20-ാം മന്ത്രം ഏതാണ്? സത്യസ്യ സത്യം എന്ന മന്ത്രം അല്ലേ? തൊട്ട് മുമ്പത്തെ മന്ത്രം 2.1.20 എന്ന് വെച്ചാൽ എന്താണ്? 2-ാം അധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം, 1-ാം ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം, 20-ാം മന്ത്രം 2.1.20 എഴുതുക. അത് എഴുതിയിട്ട് സത്യസ്യ സത്യം എന്ന് എഴുതുക. സത്യസ്യ സത്യം എന്ന് എഴുതിയിട്ട് ഇൻവേർട്ടഡ് കോമ എഴുതുക. മറ്റേ മന്ത്രമാണ് അത് കേട്ടോ. സത്യസ്യ സത്യം, പ്രാണാവൈ സത്യം എന്നുള്ളത്. സത്യസ്യ സത്യം എന്ന് എഴുതിയിട്ട് ഇൻവേർട്ടഡ് കോമയിൽ സത്യസ്യ സത്യം എന്ന് എഴുതിയിട്ട് എന്താണ്, ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് വിസ്താരഹ എന്ന് എഴുതുക. വിസ്താരഹ. വിസ്താരം എന്ന് വെച്ചാൽ എലാബറേഷൻ അല്ലേ? വിസ്താരം. സത്യസ്യ സത്യം എന്ന വാക്കിൻ്റെ വിസ്താരമാണ് ശിശുബ്രാഹ്മണം. എന്താണ്? സത്യസ്യ സത്യം എന്ന മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ആ മന്ത്രത്തിലുള്ള ആ പദത്തിൻ്റെ വിസ്താരമാണ് ശിശുബ്രാഹ്മണം. ഇത്ര എഴുതിയാൽ മതി. എക്സ്പ്ലനേഷൻ ഓഫ് സത്യസ്യ സത്യം 2.1.20 അത്ര എഴുതിയാലും മതി. മനസ്സിലായാൽ മതി കാര്യം. എന്താണ്? 4 മന്ത്രങ്ങളുണ്ട്. ആ 4 മന്ത്രങ്ങൾ എന്താണ് പറയുന്നത്? സത്യസ്യ സത്യം എന്നതിൻ്റെ വിസ്താരമാണ് പറയുന്നത്. പിന്നെ എഴുതിക്കോളൂ. പ്രാണാവൈ സത്യം. അടുത്ത പോയിന്റ്, പ്രാണാവൈ സത്യം തേഷാം ഏഷ സത്യം. തൊട്ട് മുമ്പത്തെ മന്ത്രം തന്നെ. അടുത്ത പോയിന്റാണ് പ്രാണാവൈ സത്യം തേഷാം ഏഷ സത്യം. പ്രാണാവൈ സത്യം തേഷാം ഏഷ സത്യം. എഴുതിയോ? അത്ര എഴുതിയിട്ട് പ്രാണ എന്നുള്ള വാക്കുണ്ടല്ലോ, അതിൻ്റെ താഴെ ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് എഴുതുക. പ്രാണൻ എന്ന വാക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതിൻ്റെ വിസ്താരമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്പർ 1, പ്രാണ ഈസ് റെഫറിങ് വിശ്വം.
പഠിക്കും. നമ്മൾ മന്ത്രത്തിലേക്ക് എത്തുമ്പം പഠിക്കും. ജസ്റ്റ് എഴുതുക. ഇപ്പം പ്രാണ ഈസ് റെഫറിങ് ഫസ്റ്റ് വിശ്വം, 2 ബ്രഹ്മൻ, രണ്ടാമത്തെ പോയിന്റ് ബ്രഹ്മൻ. നമ്മളവിടെ ബ്രഹ്മൻ എന്ന് മാത്രമേ കണ്ടുള്ളൂ. ബ്രഹ്മൻ എന്ന് വെച്ചാൽ പരമാത്മാ, നമ്മൾ കണ്ടിരുന്നു അല്ലേ? പ്രാണവായു സത്യം എന്ന് വെച്ചാൽ പരമാത്മാവാകുന്നു സത്യം എന്ന്. പക്ഷെ ഇവിടെ എന്താണ്? പരമാത്മാവ് മാത്രമല്ല വിശ്വവും സത്യമാണ്. അത് എന്തെന്ന് യാജ്ഞവൽക്യ മഹർഷി തന്നെ പറയും. ആ 2 പോയിന്റ് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് എന്താണ്? സത്യസ്യ സത്യം, അതിൻ്റെ വിസ്താരം പഠിക്കും. പിന്നെ പ്രാണൻ എന്നതിന് 2 ഡെഫിനിഷൻ പഠിക്കും. ഒന്നേ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചുള്ളൂ, പരമാത്മാവ് എന്ന ഡെഫിനിഷൻ. ഇവിടെ അതുമാത്രമല്ല വിശ്വം എന്ന നിർവചനവും കൂടി പഠിക്കും. അതാണ് അടുത്തത്. ഇനി അടുത്തത് എഴുതിക്കോളൂ. അടുത്ത പോയിന്റ് കുറേ എഴുതാനുണ്ട് ഇന്ന് കേട്ടോ. എല്ലാവരും ക്ഷമിക്കുക. എഴുതാൻ സാധിക്കുന്നവരൊക്കെ എഴുതിയെടുക്കുക. ഇനി പ്രാണൻ എന്ന് ഹെഡിങ് കൊടുക്കുക. ഇനി പ്രാണൻ്റെ പര്യായങ്ങൾ പഠിക്കും നമ്മൾ. ഇവിടെ പ്രതിപാദിക്കുന്നു. പ്രാണ എന്ന് കൊടുക്കുക. നമ്പർ 1 തൊട്ട് താഴെ 1 2 3 4 എന്ന് എഴുതുക. ഒന്നാമത്തത് പ്രാണ ഈസ് റെഫറിങ് ശിശു. പ്രാണനെ ഇവിടെ ശിശു എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറയും. നമ്പർ 1 ശിശു. 2 വിശ്വം ഓർ ജഗത്ത്. വിശ്വം ഓർ ജഗത്ത്. പോയിന്റ് നമ്പർ 2 വിശ്വം ഓർ ജഗത്ത്. വിശ്വം അല്ലെ അതിൻ്റെ പര്യായം തന്നെയാണ് ജഗത്ത്. 1 പ്രാണനെ ശിശു എന്ന് വിളിക്കും. 2 പ്രാണനെ ജഗത്തെന്ന് വിളിക്കും. 3 പഞ്ചപ്രാണൻ. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പഞ്ചപ്രാണൻ. എല്ലാവർക്കും അറിയാം. പ്രാണൻ, ഉദാനൻ, സമാനൻ, വ്യാനൻ ഇത്യാദി 5 പേര് അല്ലേ? പഞ്ചപ്രാണൻ. പ്രാണനെ 5 വിഭജനം ചെയ്ത് 5 പേരുകൾ കൊടുക്കുന്നു. ഒക്കെ പഠിച്ചത്, അതുകൊണ്ട് എളുപ്പമാണിനി. നമ്മൾ വേദാന്ത സാരത്തിൽ 5 പ്രാണനും അതിൻ്റെ ഉപപ്രാണന്മാരും പഠിച്ചതാണ്. നാഗൻ, കൃകലൻ ഇത്യാദി പേരുകളോടുകൂടി. അതിവിടെ ഇല്ല. ഉപപ്രാണൻ ഇവിടെ ഇല്ല. 5 പ്രാണൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മൂന്നാമത്തെ പോയിന്റ് പഞ്ചപ്രാണൻ. ഇനി 4ാമത്തെ പോയിന്റ് പ്രാണനെ ഇവിടെ ഇന്ദ്രിയങ്ങൾ എന്ന് വിളിക്കും. ദശേന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ അറിയാമല്ലോ. ദശേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ്? കണ്ണ്, മൂക്ക്, നാക്ക് ഇത്യാദികൾ ദശേന്ദ്രിയങ്ങൾ. പ്രാണനെ ഇന്ദ്രിയങ്ങൾ എന്ന് വിളിക്കും. എന്തുകൊണ്ടെന്ന് പറയും. അടുത്ത പോയിന്റ് പ്രാണനെ വിളിക്കുന്ന സൂക്ഷ്മ ശരീരം. പ്രാണനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സൂക്ഷ്മ ശരീരം. ഈ 5 പേരുകൾ പ്രാണൻ ഇവിടെ കൽപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതായത് ഇതെല്ലാം കാണുമ്പോൾ ഇത്രയേ ഉള്ളൂ. ശിശു എന്തെന്ന് പറയും. പിന്നെ ഇന്ദ്രിയങ്ങളായിക്കോട്ടെ, നമ്മുടെ സൂക്ഷ്മ ശരീരം ആയിക്കോട്ടെ, ഈ ജഗത്തിനെയൊക്കെ ഇതിലൊക്കെ പ്രാണൻ വ്യാപിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിച്ചു തരികയാണ് യാജ്ഞവൽക്യ മഹർഷി. എഴുതിയോ? 5 പ്രാണന് 5 പേരുകൾ. 1 ശിശു, 2 വിശ്വം അല്ലെങ്കിൽ ജഗത്ത്, 3 പഞ്ചപ്രാണൻ, 4 ഇന്ദ്രിയങ്ങൾ, 5 സൂക്ഷ്മ ശരീരം. ഈ 5 നാമങ്ങൾ പ്രാണന് കൽപ്പിച്ചു കൊടുക്കുകയാണ്. എന്തിനെന്ന് മന്ത്രങ്ങളിൽ യാജ്ഞവൽക്യ മഹർഷി പറയും. ഇനി അടുത്ത പോയിന്റ് പ്രാണസ്തുതി. പ്രാണനെ സ്തുതിക്കുകയാണ് ഈ ബ്രാഹ്മണത്തിൽ. പ്രാണസ്തുതി വിശദീകരണം. പ്രാണനെ ഈ ബ്രാഹ്മണത്തിൽ വിശദീകരിച്ച് സ്തുതിക്കുകയാണ്. പ്രാണനെ ഇന്ദ്രിയങ്ങളായി സ്തുതിക്കുന്നു, പ്രാണനെ പഞ്ചപ്രാണനായി സ്തുതിക്കുന്നു, സൂക്ഷ്മ ശരീരമായി സ്തുതിക്കുന്നു, ശിശുവായിട്ട് സ്തുതിക്കുന്നു, ജഗത്തായിട്ട് സ്തുതിക്കുന്നു. ഈ 5 നാമങ്ങളും കൊടുത്തതിന് ശേഷം പ്രാണനെ സ്തുതിക്കുകയാണ്. നമുക്കറിയാം എന്തിനാണ് സ്തുതിക്കുന്നത്. നമ്മൾ പലയിടത്ത് പല സ്തുതികളും കണ്ടതാണ്. എന്തിനാണ് സ്തുതിക്കുന്നത്? അതിൻ്റെ മഹത്വം നമ്മൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് അല്ലേ?
എന്തും ആയിക്കോട്ടെ, വ്യവഹാരത്തിലായിക്കോട്ടെ, അല്ല ആധ്യാത്മികത, നമ്മൾ ഭഗവാനെ സ്തുതിക്കുന്നു. നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മാതാപിതാക്കൾ എന്താണ്, നാരായണനാണ് അല്ലേ, അല്ലെങ്കിൽ ഭഗവാൻ മര്യാദ പുരുഷോത്തമനാണ്, അങ്ങനെ പല സ്തുതികളും പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ. നിർഗുണനാണ്, നിരഞ്ജനനാണ്, സർവശക്തനാണ്, സർവേശ്വരനാണ് അല്ലേ, ഇത്യാദി ഇത്യാദി പേരുകൾ. എന്തിനാണ് അത് പഠിപ്പിച്ചു തരുന്നത്? നമ്മൾക്ക് ആ സ്തുതി, ഈ ഓരോ പേരുകളും സ്തുതിയാണ്. എന്തിനു വേണ്ടി? ആ സ്തുതിയിലൂടെ ഭഗവാന്റെ വൈഭവം നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുവാൻ വേണ്ടി, ആ മഹത്വബുദ്ധി ഉണ്ടാകാൻ വേണ്ടി, ആ മഹത്വബുദ്ധിയിലൂടെ നമ്മൾ ഈശ്വരനെ അറിയുവാൻ വേണ്ടി. അപ്പോൾ ഇവിടെ പ്രാണനെ സ്തുതിക്കുകയാണ്. എന്തിന്? പ്രാണന്റെ മഹത്വം നമ്മൾ അറിയുവാൻ വേണ്ടി, അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി. വേറെ ഒരു സാധനയും ചെയ്യണ്ട. യാജ്ഞവൽക്യ മഹർഷി പറയും, പ്രാണനെ അറിഞ്ഞാൽ മതി. നമ്മൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന മഹാപ്രാണനെ അറിഞ്ഞാൽ മതി. അതില്ലെങ്കിൽ നീ ഇല്ല, ഒന്നുമല്ല, നമ്മൾ ആരുമല്ല. ആ ഒരു ഭാവത്തിൽ എത്തിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി ചെയ്യുന്നത്. നമുക്ക് എന്തുകൊണ്ടായിക്കോട്ടെ അതൊക്കെ ഒന്നുമല്ല എന്ന് പറഞ്ഞു തരികയാണ്. പ്രാണനുണ്ടെങ്കിലേ ഇതൊക്കെ ഉള്ളൂ. എന്ത്? ജഗത്തുള്ളൂ, ഇന്ദ്രിയങ്ങളുള്ളൂ, എല്ലാം ഉള്ളൂ, നീ ഉള്ളൂ എന്ന് പഠിപ്പിച്ചിട്ട് സ്തുതിക്കുകയാണ് പ്രാണനെ. അതാണ് അടുത്ത പോയിന്റ്. പിന്നെ ഇവിടെ അടുത്ത പോയിന്റ് എഴുതിക്കോളൂ. സത്യസ്യ സത്യം, സത്യസ്യ സത്യം എന്ന പ്രമാണവാക്യം. പ്രമാണവാക്യം എന്തെന്ന് നമുക്ക് പഠിക്കാം. ജസ്റ്റ് എഴുതുക ആദ്യം. സത്യസ്യ സത്യം എന്ന പ്രമാണവാക്യം ഉൾക്കൊള്ളാൻ സാധിക്കാത്തവർക്കായി, സത്യസ്യ സത്യം എന്ന പ്രമാണവാക്യം ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തവർക്കായി ഈ ബ്രാഹ്മണത്തിൽ ഉപാസന നിർദ്ദേശിക്കുന്നു. അടുത്ത പോയിന്റ്. സത്യസ്യ സത്യം എന്ന പ്രമാണവാക്യം ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തവർക്കായി ഈ ബ്രാഹ്മണത്തിൽ ഉപാസന നിർദ്ദേശിക്കുന്നു. അതാണ് അടുത്ത ടോപ്പിക്ക്. സത്യസ്യ സത്യം എന്ന പ്രമാണവാക്യം ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തവർക്കായി ഈ ബ്രാഹ്മണത്തിൽ ഉപാസന നിർദ്ദേശിക്കുന്നു. വായിക്കുമ്പം തന്നെ അറിയാം. തൊട്ട് മുമ്പ് പറഞ്ഞ സത്യസ്യ സത്യം, പരമാത്മാവാകുന്നു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു. അത് ഗാർഗ്യൻ ഉൾക്കൊണ്ടു. അതുകൊണ്ടാണ് അവിടെ അധ്യായം തീർന്നത്. അല്ലെങ്കിൽ 21-ാമത്തെ മന്ത്രം 22, 23 അങ്ങനെ പോയേനെ. പക്ഷെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി അല്ലേ. സത്യസ്യ സത്യം, ഇത് പ്രമാണവാക്യമാണ്. അതായത് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അൾട്ടിമേറ്റായിട്ട് അദ്ദേഹം ഉപദേശിച്ചു കൊടുത്ത്, ഇതേ ഉള്ളൂ എനിക്കിനി പറയാം, ഇതിനെ നീ അറിയൂ എന്ന് പറഞ്ഞു. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അത് ഗാർഗ്യൻ ഉൾക്കൊണ്ടു. പക്ഷെ നമ്മളെല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. പരമാത്മാവാകുന്നു ഒരിക്കലും നശിക്കാത്ത, ഇതൊക്കെ നമ്മൾക്ക് തിയറി അറിയായിരിക്കും അല്ലേ. ഒരിക്കലും ഞാൻ നശിക്കും, സർവവും നശിക്കും, മഹാപ്രളയം വരും, അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അത് എല്ലായ്പ്പോഴും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. കാരണം എന്താണ്? എപ്പോഴെങ്കിലുമൊക്കെ എനിക്ക് ശരീരബോധം ഉണ്ടാകും, മനബോധം ഉണ്ടാകും, അല്ലെ എൻ്റെ അധികാരത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാകും. ചിലപ്പോൾ ഞാൻ നല്ല സത്വഗുണത്തോടു കൂടി ഇരിക്കുകയാണ്, അപ്പോഴെനിക്ക് എല്ലാറ്റിനും ഉൾക്കൊള്ളാൻ സാധിക്കും. ചില സമയത്ത് എന്താണ്, ഞാൻ മലിനസത്വത്തോടു കൂടി ഇരിക്കുമായിരിക്കും അല്ലേ, എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അപ്പോഴെന്താണ്, അങ്ങനെയുള്ള സാഹചര്യത്തിൽ യാജ്ഞവൽക്യ മഹർഷി പറയാണ്, നമ്മളോട് വിഷമിക്കേണ്ട, ഞാൻ നിങ്ങൾക്ക് ഉപാസന പറഞ്ഞു തരാം. എന്ത് ഉപാസനയാണെന്ന് നമ്മൾ പഠിക്കും. ഇത്രയേ ഉള്ളൂ. പരമാത്മാവ് മാത്രമേ നശിക്കാത്തത് ഉള്ളൂ എന്നുള്ള ദൃഢജ്ഞാനത്തിലേക്ക് നമ്മൾക്ക് എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ദൃഢത വളർത്തിയെടുക്കുവാൻ ഉപാസന പഠിപ്പിക്കുകയാണ് ഇവിടെ. അതാണ് അടുത്ത ടോപ്പിക്ക്. സത്യസ്യ സത്യം എന്ന പ്രമാണവാക്യം ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തവർക്ക് യാജ്ഞവൽക്യ മഹർഷി ഉപാസന നിർദ്ദേശിക്കുന്നു. ശിശുബ്രാഹ്മണത്തിൽ എളുപ്പമാണ് ഉപാസന. ഇനി അടുത്ത ഒരു 3 പോയിന്റും കൂടി എഴുതിയാൽ തീരും കേട്ടോ. അതുകൂടെ എഴുതുക. അടുത്ത പോയിന്റ് ഇവിടെ എന്ന് വെച്ചാൽ ഈ ബ്രാഹ്മണത്തിൽ
ഈ ബ്രാഹ്മണത്തിൽ പ്രാണനെ, പ്രാണൻ എന്ന് വെച്ചാൽ നമ്മൾ ഉച്ഛ്വാസ നിശ്വാസ പ്രാണനാണ് കേട്ടോ. ഈ ബ്രാഹ്മണത്തിൽ പ്രാണനെ ശിശു എന്ന, ശിശു ഇല്ലേ കുട്ടികൾ, അത് ശിശു എന്ന നാമം കൊണ്ട് പരിചയപ്പെടുത്തുന്നു. ശിശു എന്ന നാമം കൊണ്ട് പരിചയപ്പെടുത്തുന്നു പ്രാണനെ. ഈ ബ്രാഹ്മണത്തിൽ ശിശു എന്ന നാമം കൊണ്ട് പരിചയപ്പെടുത്തുന്നു ആരെ? പ്രാണനെ. അതിന് കാരണം എഴുതൂ. അതിന് കാരണം എന്ന് എഴുതിയിട്ട് നമ്പർ 1, കാരണം നമ്പർ 1, ശിശുവിന് രാഗദ്വേഷങ്ങളില്ല. ശിശുവിന്, ഒരു കുട്ടി, ഒരു വയസ്സോ 2 വയസ്സായ കുട്ടിയെ ചിന്തിക്കുക. അതിനെന്തെങ്കിലും രാഗദ്വേഷമുണ്ടോ? നമ്മളോട് കൂടുതൽ ഇഷ്ടം അല്ലേ? ഇപ്പം അമ്മയായിരിക്കും കൂടുതൽ ഇഷ്ടം. ഇപ്പം ആരെങ്കിലും കൊണ്ട് ഒരു ചോക്ലേറ്റ് കൊടുത്താൽ അമ്മയുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ആ കുട്ടി അങ്ങോട്ട് പോകും, ആ ചോക്ലേറ്റ് കൊടുത്ത ആളുടെ അടുത്ത് അല്ലേ? ഇപ്പം അമ്മ അടിച്ചു എന്നും പറഞ്ഞ് ആ കുട്ടി ദേഷ്യമായോ? ഇല്ല, അമ്മയുടെ അടുത്ത് വീണ്ടും വരും ഇല്ല. അങ്ങനെയാണ് കുട്ടികൾ. കുട്ടികളുടെ സ്വഭാവം എന്താ? അവർക്ക് രാഗദ്വേഷവേ ഇല്ല. ആരോടും കൂടുതൽ സ്നേഹമോ ആരോടും കൂടുതൽ ദേഷ്യമോ ഇല്ല. അവർക്കത് അറിയില്ല. അതുപോലെ തന്നെയാണ് പ്രാണനും അല്ലേ? ഞാൻ സന്യാസിയാണെന്ന് പറഞ്ഞ് പ്രാണൻ എൻ്റെ അടുത്ത് കൂടുതൽ സമയം ഇരിക്കും ഇല്ലേ? അല്ല, അടുത്ത വീട്ടിൽ ചാപ്പയുണ്ട്. ആ ചാപ്പയിൽ പോയിട്ട് അവിടെ 100 പശുക്കളുണ്ട്. അവിടെ പോയിട്ട് പ്രാണൻ 100 പശുക്കളുടെ കൂടെ ഇരിക്കുകയോ? അങ്ങനെയില്ല. എല്ലാവരോടും പ്രാണൻ ഒരുപോലെ, രാഗദ്വേഷമില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രാണനെ ശിശു എന്ന് വിളിക്കുന്നത്. എന്താണ് ഒന്നാമത്തെ കാരണം? ശിശുവിന് രാഗദ്വേഷമില്ല. സിമിലർലി പ്രാണനും, അതായത് അതുപോലെ, സിമിലർലി എന്ന് വെച്ചാൽ അതുപോലെ തന്നെ പ്രാണനും ഒന്നിനോടും രാഗമോ ഒന്നിനോടും ദേഷ്യമോ ഇല്ല. രാഗം എന്ന് വെച്ചാൽ എന്താണ്? അമിത ഇഷ്ടം, വിട്ടുപിരിയാൻ പറ്റാത്ത ഇഷ്ടത്തിനെയാണ് രാഗം എന്ന് പറയുന്നത്. ദേഷ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതം, ഒട്ടും കണ്ടുകൂടായ്മ, ഇഷ്ടമേ അല്ലാത്ത അവസ്ഥ, രാഗദ്വേഷം എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ കാരണം. ഒന്നാമത്തെ കാരണം എഴുതി, അതിൻ്റെ താഴെ പോയിന്റ് നമ്പർ 2 എന്ന് എഴുതിയിട്ട് എഴുതുക. ശിശുവിന് ബാഹ്യ വിഷയ ആസക്തിയില്ല. അതിനെന്താ അറിയാം? നമ്മൾ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുമ്പോൾ അത് കുറച്ച് നേരം കളിക്കുമായിരിക്കും, പിന്നെ അതെടുത്ത് വലിച്ചെറിയുന്നതാണ് അല്ലെ? അത് തന്നെ നശിപ്പിക്കുന്നതാണ് അല്ലേ? 1-2 ദിവസം ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മളങ്ങനെയല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ നമ്മളതിനെ സംരക്ഷിച്ച് വെക്കും അല്ലേ? അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വേണം എന്നുള്ള, ബാഹ്യ വിഷയങ്ങൾ വേണം എന്നുള്ള ആസക്തി നാൾക്ക് നാൾ കൂടിയും കുറഞ്ഞു ഇരിക്കും. പക്ഷെ ശിശുവിന് അതില്ല, കാരണം അതിന് ബുദ്ധി ഉറച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് പ്രാണനും. എന്താണ്? ബാഹ്യ വിഷയ ആസക്തി നാസ്തി എന്ന് വെച്ചാൽ എന്താ? ബാഹ്യ വിഷയങ്ങളോടുള്ള ആസക്തി ഇല്ല. ആർക്ക്? ശിശുവിനും ഇല്ല, പ്രാണനും ഇല്ല. അതുകൊണ്ടാണ് പ്രാണനെ ഇവിടെ ശിശു എന്ന് വിളിക്കുന്നത്. ഒന്നാമത്തെ കാരണം ശിശുവിന് രാഗദ്വേഷമില്ല, സിമിലർലി പ്രാണനും. രണ്ടാമത്തെ കാരണം ശിശുവിന് ബാഹ്യ വിഷയാസക്തി ഇല്ല, സിമിലർലി പ്രാണനും. ഇനി മൂന്നാമത്തെ കാരണം, ശിശു ശുദ്ധമാണ്. ശിശു ശുദ്ധമാണ്, സിമിലർലി പ്രാണനും ശുദ്ധമാണ്. എന്ന് വെച്ചാൽ എന്താണ് ഇവിടെ ശുദ്ധം എന്ന് വെച്ചാൽ? കാമം, ക്രോധം, മതം, മാത്സര്യം ത്വാദി വികാരങ്ങളില്ല ശിശുവിന് അല്ലേ? അല്ലെങ്കിൽ ആസുരി സമ്പത്തി ഇല്ല. ഭഗവത്ഗീതയുടെ ഭാഷയിൽ പറഞ്ഞു അല്ലേ? നമ്മൾ പഠിച്ചിട്ടില്ലേ ആസുരി സമ്പത്തികൾ? അതില്ല. കാമയേഷ ക്രോധേഷ രജോ ഗുണസമുദ്ഭവ ഇത്യാദികൾ, അതൊന്നും ഇല്ല ശിശുവിന്. പ്രാണനും അതൊന്നുമില്ല. അതുകൊണ്ട് എവർ പ്യുവറാണ് പ്രാണൻ. എന്നും അല്ലേ? എൻ്റെ അടുത്ത്
ശരീരത്തിൽ കൂടെ എന്തൊക്കെ മലിനമുണ്ട് അല്ലേ? മലഭാണ്ഡമാണ് ശരീരം. ആ മലഭാണ്ഡത്തിൽ കൂടെ 74,000 ഞരമ്പുകൾ കൂടെ സഞ്ചരിച്ചിട്ടും പ്രാണൻ അശുദ്ധി വരുന്നില്ല അല്ലേ? ഒരു പ്രാണിയുടെ ശരീരത്തിൽ പോയിരുന്നാൽ പ്രാണന അശുദ്ധി വരുന്നില്ല അല്ലേ? അങ്ങനെ ഏത് സർവചരാചരങ്ങളെടുത്തോളൂ, ആതങ്കവാദിയുടെ ശരീരത്തിൽ പോയിരുന്നാലും പ്രാണന അശുദ്ധി വരുന്നില്ല. ഒരു സ്വാത്വികൻ്റെ ശരീരത്തിൽ പോയിരുന്നാലും പ്രാണന അശുദ്ധി വരുന്നില്ല. കുട്ടി അതെ അല്ലേ? കുട്ടികൾക്കും അശുദ്ധിയില്ല, അവർ നിഷ്കളങ്കരാണ്. അതുപോലെ തന്നെ കാരണം നിഷ്കളങ്കത്വാത് ശിശു ശുദ്ധ പ്രാണഃ ശുദ്ധ കാരണ നിഷ്കളങ്കത്വാത്. ഈ 3 കാരണമാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നുകൂടെ പറയാം. പ്രാണനെ ശിശു എന്ന് വിളിക്കുന്നു ഇവിടെ. അതിന് കാരണം ശിശുവിന് രാഗദ്വേഷമില്ല, അതുപോലെ പ്രാണനും രാഗദ്വേഷമില്ല. ശിശുവിന് ബാഹ്യവിഷയ ആസക്തിയില്ല, പ്രാണനുമില്ല. ഈ രാഗദ്വേഷമാണ് നമുക്ക് ബാഹ്യവിഷയ ആസക്തി ഉണ്ടാക്കി തരുന്നത്. എനിക്കത് വേണം, ഇത് വേണം എന്നുള്ള. പിന്നെ അതിനു വേണ്ടിയുള്ള ചിന്ത സങ്കല്പമാകും. ആ സങ്കല്പം കർമ്മമായി മാറും. ആ കർമ്മത്തിനോടൊപ്പം വീണ്ടും വീണ്ടും പ്രാരാബ്ധം ഉണ്ടാകും. വീണ്ടും പുനരഭിജനനം, മരണം, അതിലൂടെ പോകും. അപ്പോൾ ശിശുവിന് അതില്ല, പ്രാണനും അതില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഇതേ കാരണങ്ങളാണ് ജീവൻ മുക്തനും ഉള്ളത്. അതിവിടെ പറയുന്നില്ല, പക്ഷെ നമ്മൾ പഠിച്ചത് മനനം ചെയ്യുക. ഇവിടെ ജീവൻ മുക്തന് രാഗദ്വേഷമില്ല അല്ലേ? ജീവൻ മുക്തന് ബാഹ്യ വിഷയങ്ങളൊന്നും വേണമെന്നൊരാഗ്രഹവും ഇല്ല. ജീവൻ മുക്തൻ നിത്യശുദ്ധനാണ്. അതിവിടെ പറയുന്നില്ല, പക്ഷെ നമുക്ക് ചിന്തിക്കാം. ഇത്രയും കാര്യങ്ങളാണ്. ബാക്കി നമുക്ക് നാളെ ഇല്ല, ശനി ഞായർ അവധി. നമുക്കിനി തിങ്കളാഴ്ച കാണാം. അപ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. എങ്കിലേ ഒന്നാമത്തെ മന്ത്രം എത്തുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാവുള്ളൂ. എല്ലാവരും മനനം ചെയ്യുക. അതോടൊപ്പം തന്നെ അവധിയുള്ള ദിവസങ്ങളിൽ ഉപാസന മുടക്കാണ്ടിരിക്കുക. എന്ത് ഉപാസനയാണെങ്കിലും, ഇപ്പോൾ ഒരു മന്ത്രം വായിക്കുന്നത് പോലും ഉപാസനയാണ്. എങ്ങനെയുള്ള ഭാവത്തോടു കൂടി ഉപാസിക്കണം ഞാൻ പറയുന്നതാണ്, പക്ഷെ വീണ്ടും വീണ്ടും പറയുകയാണ്. യാജ്ഞവൽക്യ മഹർഷിയോട് നിത്യം പ്രാർത്ഥിക്കുക. ഇത് മനസ്സിലാക്കി തരാൻ സാധിക്കണം. കാരണം ഇനി സൂക്ഷ്മമായി പോവുകയാണ്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. അപ്പം പഠിച്ചത് മറന്നു പോകാതിരിക്കുവാനുള്ള ആ മേധാശക്തി എനിക്ക് നൽകണേ. ശ്രവണ സൗകുമാര്യം എനിക്ക് നൽകണേ. എന്നെ അദ്ദേഹത്തിൻ്റെ അധികാരിയാക്കി മാറ്റണേ എന്നുള്ള പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം. നിങ്ങൾ എന്ത് വ്യവഹരിച്ചോളൂ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, സന്യാസി ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അതൊക്കെ എനിക്ക് വ്യവഹാരത്തിലുണ്ട്. പക്ഷെ ഞാൻ യാജ്ഞവൽക്യൻ്റെ ശിഷ്യയും കൂടെയാണ്. ആ ഭാവം എപ്പോഴും മനസ്സിൽ താലോലിക്കുക. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.